ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അംബോജോഗി, ബീഡ്, പർലി വൈദ്യനാഥ് ഈ 3 സ്ഥലങ്ങളിലെ പ്രവർത്തനങ്ങളുടെ പ്രാരംഭത്തെക്കുറിച്ചാണ് നിങ്ങളോട് വിവരിച്ചത്. എന്നാൽ ഇങ്ങനെ ഈ 3 സ്ഥലങ്ങളിലെ പ്രവർത്തനവും എൻ്റെ ജോലിയുമായി മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ വളരെ സന്തുഷ്ടനായിരുന്നു. കാരണം എൻ്റെ സ്വന്തം ചെലവിന്മേൽ ഞാൻ യുദ്ധസേവ ചെയ്യുകയാണ്. മറ്റാരുടെയും സഹായം എനിക്ക് ഭൗമികമായ വിഷയങ്ങളിൽ ആവശ്യമില്ല. ഞാൻ എൻ്റെ സ്വന്തം ചെലവിൽ എല്ലാം നടത്തുന്നു. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോകുന്ന സമയത്താണ് എൻ്റെ ജ്യേഷ്ഠൻ അവിടെ നിന്ന് ആ സ്ഥലത്ത് നിന്ന് MP ട്രാൻസ്ഫർ ആകുകയായിരുന്നു. ആ സമയം ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു, അവസാനമായി പറഞ്ഞിട്ട് പോയത്, നിൻ്റെ ഈ പോക്ക് കണ്ടിട്ട് നിൻ്റെ ജോലിയെല്ലാം വിട്ടിട്ട് നീ പോകും എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നീ ഒരിക്കലും ജോലി വിടരുത്. ഇതൊരു നല്ല ജോലിയാണ്. ഞാനും ദൈവവിളിയുള്ള വ്യക്തിയാണ്. കുറേ പണമൊക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവവേലയ്ക്ക് ഇറങ്ങി ഫുൾ ടൈമായിട്ട് അങ്ങനെ നീങ്ങാം എന്നൊക്കെ പറയും. ഞാനൊന്നും മറുപടി പറഞ്ഞില്ല. ദൈവവേദപ്രകാരം ആകട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ജ്യേഷ്ഠൻ അവിടെ നിന്ന് പോയി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു രോഗം ബാധിച്ചു. ഡിസെൻട്രി ആയിട്ടാണ് തുടങ്ങിയത്. എന്നാൽ എൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് മൊത്തം പോവുകയായിരുന്നു. ഞാൻ അങ്ങനെ അവശനായി. എൻ്റെ കൂടെ താമസിച്ചിരുന്ന സഹോദരന്മാരോട് പറഞ്ഞു, എന്നെ അംബോജോഗിലെത്തിക്കണം. അവിടെ വർഗീസാറും കുടുംബവുമുണ്ട്. അവരെ കൊണ്ട് ഏൽപ്പിക്കണം. അവരെ എന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കി ശുശ്രൂഷിച്ചോളൂ. അങ്ങനെ സഹോദരന്മാരെ എന്നെ കൊണ്ട് വർഗീസാറിൻ്റെ അടുക്കലാക്കി. ഞാൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. അപ്പോൾ അവിടെ മിക്ക ആളുകളും എന്നെ അറിയുന്നവരാണ്. അവിടുത്തെ സ്റ്റാഫുകൾ പലരും നമ്മുടെ കൂട്ടായ്മയിൽ വരുന്നവരുമായതുകൊണ്ട് അവരെ ഒരു സ്പെഷ്യൽ റൂമിൽ എന്നെ ആക്കി. പ്രത്യേകമായ ട്രീറ്റ്മെൻറ്റ് സംവിധാനങ്ങളും എനിക്ക് ഒരുക്കി. വർഗീസാറും കുടുംബവുമാണ് എന്നെ പരിപാലിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കൂടെ തന്നെ എപ്പോഴും അവരിൽ ഒരാൾ ഉണ്ടായിരുന്നു. എന്നെ അവർ വളരെയധികം കെയർ ചെയ്ത ഒരു കുടുംബമാണ്. ആ രോഗിയായിരുന്ന സമയത്ത് എൻ്റെ സഹോദരങ്ങളെക്കാൾ, എൻ്റെ അപ്പനും അമ്മയും എന്നെ നോക്കുന്നതിനേക്കാൾ അധികമായി എന്നെ ശുശ്രൂഷിച്ചു എന്ന് എനിക്ക് ദൈവം മുമ്പാകെ പറയേണ്ടിയിരിക്കുന്നു. അവരെ ഒരിക്കലും എനിക്ക് ജീവിതത്തിൽ മറക്കുവാൻ പറ്റത്തില്ല. അവരോടുള്ള ആത്മാർത്ഥമായ ആ സ്നേഹം ഇന്നും എൻ്റെ ഹൃദയത്തിലുണ്ട്. എന്നാൽ പിന്നീട് ആ സ്ഥലം വിട്ടിട്ട് പിന്നെ എനിക്ക് പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ടും അവരെ പോയി കാണുവാനോ പിന്നീട് അവരുമായി ഒരു കറസ്പോണ്ടൻസ് വെക്കുവാനോ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവരെ എവിടെ ഉണ്ടെന്നും എനിക്ക് അറിയുകയില്ല. എങ്കിലും അവരെ ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. ഞാനങ്ങനെ ആ മെഡിക്കൽ കോളേജിൽ വളരെ ക്ഷീണാവസ്ഥയിലായി 6 ദിവസം വരെയും എൻ്റെ രോഗമെന്തെന്ന് ഡോക്ടേഴ്സിന് മനസ്സിലായില്ല. എൻ്റെ ബ്ലഡ് മൊത്തം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്, രാവും പകലുമായിട്ട്. അവസാനം ഡോക്ടേഴ്സ് ഈ വർഗീസാറിനോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീട്ടിലും മറ്റുള്ളവരോട് അറിയിക്കേണ്ടവരോടൊക്കെ അറിയിച്ചു. കാരണം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് സൗഖ്യമാകുമെന്നൊരു ഹോപ്പില്ലായിരുന്നു. അത്രമാത്രം ഞാൻ ക്ഷീണിതനായി, അവശനായി. വർഗീസാർ എൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ബ്രദറെ, അഡ്രസ്സ് തരണം. അന്ന് ടെലഗ്രാം അടിക്കുകയാണ് സാധാരണ, ഫോണില്ലല്ലോ. ഞാൻ വീട്ടിലേക്ക് ടെലഗ്രാം അടിക്കാം, ആരെങ്കിലും കാണേണ്ടിവരെ വന്ന് കാണട്ടെ. അതിനായിട്ട് ഡോക്ടർ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഞാൻ മരിച്ചാൽ മാത്രമേ അത് ചെയ്യാവൂ. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അവരെ ആരെയും ഡിസ്റ്റർബ് ചെയ്യേണ്ട. കാരണം അവരുടെ ആരുടെയും പെർമിഷനോടല്ല ഞാൻ ഈ സുവിശേഷവുമായിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് വന്നതും. അതുകൊണ്ട് ഞാൻ അവരെ ആരെയും ഡിസ്റ്റർബ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ ഡയറിയിൽ നിന്ന് അഡ്രസ്സുകൾ എടുത്ത് അവരെയൊക്കെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നീടൊന്നും പറഞ്ഞില്ല.
എനിക്ക് മനസ്സിലായി ഞാൻ ദൈവത്തോടൊരു പുതിയ ഉടമ്പടി ചെയ്യേണ്ടതായിട്ട് എൻ്റെ ഹൃദയം പറഞ്ഞു. ഞാൻ ദൈവത്തോടൊരു ഉടമ്പടി ചെയ്തു. ദൈവമേ, നീ എന്നെ ഇവിടെ വെച്ച് ഈ രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കിയാൽ ഞാൻ ചെന്ന ഉടനെ ജോലി റിസൈൻ ചെയ്തിട്ട് മുഴുവൻ സമയവും സുവിശേഷത്തിനായിട്ട് ഞാൻ നീങ്ങാൻ പോവുകയാണ്. നീ എന്നെ സൗഖ്യമാക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് ഉടമ്പടി ചെയ്തു. അങ്ങനെ ഞാൻ ഉടമ്പടി ചെയ്യുകയും ദൈവം എൻ്റെ പ്രാർത്ഥന, എൻ്റെ ഉടമ്പടി കേട്ടു. എൻ്റെ സമർപ്പണം ദൈവം കൈക്കൊണ്ടു. പിറ്റേ ദിവസം ഡോക്ടേഴ്സ് പറഞ്ഞു രോഗം എന്താണെന്ന് മനസ്സിലായി. ടെസ്റ്റുകളിൽ കൂടി പെട്ടെന്ന് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തു. അപ്പോൾ എൻ്റെ ശരീരത്തിൽ ബ്ലഡ് ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല, അത്രമാത്രം ബ്ലഡ് വാർന്നു പോയി. ഞാൻ 3 ദിവസം കൂടെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് മെഡിക്കൽ കോളേജിൽ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു. ഞാൻ ഏകദേശം ഒരു ബലം പ്രാപിച്ച് സൗഖ്യമായി. പിന്നീട് ഒരാഴ്ച ബെഡ് റെസ്റ്റ് ആവശ്യമായിരുന്നു. അതും ഈ വർഗീസാറിൻ്റെ വീട്ടിൽ അദ്ദേഹം എന്നെ കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. ഞാൻ ദൈവത്തോട് പറഞ്ഞ ഉടമ്പടി ഞാൻ സുഖമായി ബെഡ് റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് കമ്പനിയിൽ ചെന്ന് ജോലി റിസൈൻ ചെയ്ത് ദൈവവുമായിട്ടുള്ള തീരുമാനത്തിലേക്ക് ഞാൻ നീങ്ങുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ എൻ്റെ ഫുൾ ആൻഡ് ഫൈനൽ അവർ തരത്തില്ല എന്ന് പറഞ്ഞ കാരണം എന്നെ അവിടെ ആവശ്യമാണ്. മഹാരാഷ്ട്ര ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് അവിടെ ജോലി ചെയ്തവരെ തന്നെയാണ് കമ്മീഷനിങ് കഴിയുമ്പോൾ അവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് റിസൈൻ ചെയ്യാനൊക്കത്തില്ല എന്നാണ് അവർ പറഞ്ഞത്. എങ്കിലും ഞാൻ പലരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിച്ചിട്ട് ആണ് ഞാൻ ഫുൾ ആൻഡ് ഫൈനൽ വാങ്ങിച്ചുകൊണ്ട് അവിടെ നിന്ന് പിരിയുവാനിടയായി തീർന്നത്. അങ്ങനെ ഞാൻ ആ സമയം ബോംബെയിൽ ചെമ്പൂരിലുള്ള AG ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ തോമസിനോട് ബന്ധപ്പെടുവാനിടയായിത്തീരുന്നു. കാരണം എൻ്റെ ജ്യേഷ്ഠന് അദ്ദേഹത്തെ പരിചയമുണ്ട്. ജ്യേഷ്ഠൻ കുറച്ച് നാൾ അവിടെ ആയിരുന്നു ജോലി ചെയ്തിരുന്നത്. അങ്ങനെ ആ സഭയെയും അദ്ദേഹത്തെയും പരിചയമുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ഒരു ദൈവദാസൻ അവിടെ ഉണ്ട്, ചെമ്പൂരിൽ ഒരു ചർച്ചുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആ ദൈവദാസൻ ലെറ്റർ എഴുതി വിവരങ്ങൾ അറിയിച്ചു. ഞാനിങ്ങനെ ഫുൾ ടൈം ഒരു സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് നീങ്ങാൻ പോവുകയാണ്. എൻ്റെ ജോലിയെല്ലാം ഞാൻ റിസൈൻ ചെയ്തു. അതിന് വേണ്ടുന്ന ഒരു ചെറിയ ഗൈഡൻസ് എവിടെയെങ്കിലും എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ബോംബെയിലേക്ക് വിളിച്ചു. ഞാൻ ബോംബെയിൽ ചെന്നു. അദ്ദേഹവുമായി അവിടെ 2 ദിവസം ചിലവഴിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് പൂനെയിൽ പിമ്പിരി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കൊരു ഔട്ട് സ്റ്റേഷൻ വർക്കുണ്ട്. അവിടെ നമുക്കൊരു സഭ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ചാക്കോ അവിടെ നിന്ന് പ്രവർത്തിക്കാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ മറാഠിവാഡയുടെ ആത്മഭാരമാണുള്ളത്. കാരണം അപരിഷ്കൃതരായ ആൾക്കാരാണ് അവിടെ പാർക്കുന്നതും എല്ലാം വില്ലേജുകൾ അധികമുള്ള സ്ഥലങ്ങളുമാണ്, ബാക്ക്വേർഡ് ഏരിയകളാണെന്ന് അറിയപ്പെടുന്നതുമാണ്. അതുകൊണ്ട് ഞാൻ അവിടേക്ക് സുവിശേഷവുമായിട്ട് പോകണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാനീ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ 3 സ്ഥലങ്ങളെക്കുറിച്ചല്ലാതെ മറ്റൊരു സ്ഥലങ്ങളെക്കുറിച്ചും വലിയ അറിവില്ല. പല ഡിസ്ട്രിക്ട് സെൻറ്ററുകളിൽ പോലും ആ സമയം ആത്മീയ പ്രവർത്തനങ്ങളോ ചർച്ചുകളോ ഒന്നും തന്നെ ഇല്ല. പല സ്ഥലങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ആളുകളുടെ വായിൽ നിന്നും ഇങ്ങനെ സംസാരത്തിൽ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെങ്ങും പോകുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല, ആരും പോകുവാൻ ആളുമില്ല. അങ്ങനെ ദൈവം എൻ്റെ ഹൃദയത്തിൽ ആ സമയം തന്ന ഒരു പ്രേരണയാണ് ജാൽന ഡിസ്ട്രിക്റ്റിൻ്റെ പേര്. അങ്ങനെ ജാൽനയിലേക്ക് പോകുവാൻ ഞാൻ തൽപരനായി. എന്നാൽ ജാൽനയിൽ ഒരിക്കലും പോയിട്ടില്ല, ആരെയും പരിചയവുമില്ല. അങ്ങനെ ജാൽനയിലെ പ്രവർത്തനം ആരംഭിക്കുന്നതിനെക്കുറിച്ചാണ് ഇനിയും ഞാൻ പറയാൻ പോകുന്നത്. ജാൽനയിൽ പോകാൻ വേണ്ടി ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ തോമസ് അതിന് സമ്മതിച്ചു. എൻ്റെ ഇഷ്ടം പോലെ താല്പര്യമനുസരിച്ചാകട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് കൂട്ടിനായിട്ട് ജാൽനയിൽ പോകുവാൻ പാസ്റ്റർ പോൾ SN പോൾ, പൂനെയിൽ ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന ആ ദൈവദാസൻ എൻ്റെ ക്ലാസ്മേറ്റാണ്. അദ്ദേഹത്തെ കൂടെ എൻ്റെ കൂടെ അയച്ചു. ഞങ്ങൾ ഒരുമിച്ചാണ്
ജാൽനയിലേക്ക് പോകുന്നത്. കാരണം ജാൽനയിൽ ഒരിക്കലും രണ്ടുപേരും പോയിട്ടുള്ള സ്ഥലമല്ല. അങ്ങനെ ഞങ്ങളൊരു ദിവസം രാവിലെ ബസ് കയറി രാത്രിയായപ്പോൾ ജാൽനയിൽ ചെന്നു. ജാൽനയിലുള്ള ഒരു സിയോൻ ഓർഫനേജ് ഉണ്ട്. അതിനെക്കുറിച്ച് മാത്രമേ ഞങ്ങൾക്ക് വേറൊരാളിൽ കൂടെ കേട്ടുകേഴ്വി ലഭിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, എന്തായാലും ദൈവനാമത്തിൽ നടത്തുന്നതായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ആത്മീയ കാര്യത്തിൽ അവിടെ കിട്ടും ആ ദേശത്തെക്കുറിച്ച്. അതുകൊണ്ട് ആദ്യം അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 7 മണി കഴിഞ്ഞപ്പോൾ, വൈകിട്ട് 7 മണി കഴിഞ്ഞപ്പോൾ അവിടെ എത്തി. ഞങ്ങൾ രണ്ടുപേരും ഓർഫനേജിൽ എത്തിയപ്പോൾ അവിടെ അകത്തേക്ക് പ്രവേശിക്കുവാൻ അവർ സമ്മതിക്കുന്നില്ല. കാരണം വാച്ച്മാൻ പറഞ്ഞു, ഇവിടെ ഓഫൻ ചിൽഡ്രനാണ്, അതുകൊണ്ട് നിങ്ങൾ 2 ചെറുപ്പക്കാരാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ രാത്രി സമയം പ്രവേശനം തരത്തില്ല. ഇവിടുത്തെ ഇതിൻ്റെ പുരോഹിതൻ ഇവിടെ ഇല്ല, അത് മെതഡിസ്റ്റിൻ്റെയാണ്. ഇവിടുത്തെ പുരോഹിതൻ ഇവിടെ ഇല്ല, അദ്ദേഹം പുറത്ത് പോയിരിക്കുകയാണ്, നാളെ വരത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ സ്ഥലവുമില്ല ആരെയും അക്കോമഡേറ്റ് ചെയ്യുവാൻ. അങ്ങനെ ഒരാൾക്ക് പുറത്തുനിന്ന് വരുന്ന ഒരാളെ ഞങ്ങൾക്കിവിടെ പാർപ്പിക്കാനുള്ള അനുവാദവുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ വിഷമിച്ചു. ഇനി എന്ത് ചെയ്യും? എവിടെ പോയി പാർക്കും? എവിടെയാണ് രാത്രി ചിലവഴിക്കുന്നത്? രാവിലെ ഈ പുരോഹിതൻ വരുമ്പോൾ അദ്ദേഹത്തെ കാണാമായിരുന്നു, സംസാരിക്കാമായിരുന്നു, എന്തെങ്കിലും ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടും എന്നുള്ള ചിന്തയായി. പിന്നെയും ഞങ്ങൾ കുറേ പോയിട്ട് തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കണ്ട് സംസാരിച്ചു. അപ്പോൾ അവർക്ക് ഞങ്ങളോടൊരു മേഴ്സി തോന്നിയതാണ്. അവിടെ ഒരു ചെറിയ സ്ഥലമുണ്ട്, അത് ബാത്റൂമായിട്ട് പണിതതാണ്, പക്ഷേ അത് ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് ഒരു റൂം, ചെറു കൊച്ചു റൂം പോലെ തോന്നും. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് രാത്രി റെസ്റ്റ് ചെയ്യാം, അതല്ലാതെ ഇവിടെ ഒരു സ്ഥലവുമില്ലെന്ന്. ഞങ്ങൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാണ് ഒരു പക്ഷേ ഞങ്ങളെ കാണിച്ചത് ആ സ്ഥലമേ ഉള്ളൂ എന്ന്. എന്നാൽ ഞങ്ങൾ അതിൽ തന്നെ കിടന്നുകൊള്ളാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പുറത്തു പോയി ആഹാരം കഴിച്ചിട്ട് അവിടെ വന്ന് ബെഡ്ഷീറ്റും വിരിച്ച് രണ്ടുപേരും അവിടെ ചുരുണ്ടുകൂടി കിടന്നുറങ്ങി. പിറ്റേ ദിവസം പാസ്റ്റർ എസ് എൻ പോൾ, അദ്ദേഹത്തിന് അവിടെ സഭയുള്ളതുകൊണ്ട് അദ്ദേഹം മടങ്ങിപ്പോകുവാൻ നിർബന്ധിതനായി. അദ്ദേഹം പോയി എന്നോട് പറഞ്ഞു, ഇവിടെ നിന്ന് ഒന്ന് ദേശമെല്ലാം ഒന്ന് നോക്കി ഇവിടെ പ്രവർത്തനം തുടങ്ങാൻ ഒക്കുമോ എന്ന് ഒന്ന് പരിശ്രമിച്ച് നോക്കാൻ പറഞ്ഞു. അദ്ദേഹം മടങ്ങിപ്പോയി. ഞാൻ ഈ പുരോഹിതൻ വന്നപ്പോൾ രാവിലെ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്റ്റേഷൻ മാസ്റ്ററുണ്ട്, അദ്ദേഹത്തെ പോയി കണ്ടാൽ മലയാളിയാണ്, നിങ്ങൾക്ക് കുറേയേറെ ഗൈഡൻസ് കിട്ടും. തന്നെയുമല്ല ഇവിടെയുള്ള എല്ലാ ആളുകളെയും ഏകദേശം അങ്ങേർക്ക് അറിയുകയും ചെയ്യാം, അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ പോയി കാണാൻ പറഞ്ഞു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി അദ്ദേഹത്തെ കണ്ടു. ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, എൻ്റെ അനുഭവങ്ങളും കുറച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കത്തോലിക്ക സഭയിൽ പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സുവിശേഷത്തിന് ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ല. രണ്ടാമത് ഇവിടെയുള്ള ഒരു വ്യക്തികളും യേശുവിൻ്റെ പേരിന് പോലും ഇഷ്ടപ്പെടുന്നവരല്ല. ഇവിടെ ക്രിസ്ത്യാനികളാണെന്ന് പറയാൻ ഞങ്ങൾക്ക് നാണക്കേടാണ്. കാരണം യേശുവിനെ ഇവിടെ അറിയുന്നത് തോട്ടികളുടെ ദൈവമെന്നാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ യേശുവിൻ്റെ പേരും പറഞ്ഞ് എവിടെയെങ്കിലും വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നികൃഷ്ടരായിട്ടാണ് ആളുകൾ കാണുന്നത്. കാരണം തോട്ടികളുടെ ദൈവത്തെ പരിചയപ്പെടാൻ ആരും നിൽക്കുകയില്ല, ആ വർത്തമാനം കേൾക്കാൻ പോലും ആരും നിൽക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ പ്രയാസമാണ് ഇവിടെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ധാരാളം ആളുകളെ കാണണമെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പോയാൽ കാണാം. അവിടെ ജോലിക്കാർ എല്ലാം താമസിക്കുന്ന ക്വാർട്ടേഴ്സുകളും മറ്റ് ഭാഗങ്ങളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം ആളുകളെ പരിചയപ്പെടുവാനും കാണുവാനും കഴിയുമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് നിരാശപ്പെട്ടില്ല. എങ്കിലും ദൈവം എന്നെ അയച്ച സ്ഥലത്ത് തീർച്ചയായും ദൈവം എന്തെങ്കിലും വഴി ഒരുക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ വിസിറ്റ് ചെയ്യുവാൻ തുടങ്ങി. പല റൂമുകളിലും പല വീടുകളിലും അങ്ങനെ വിസിറ്റ് ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദിവസവും എൻ്റെ ജോലി രാവിലെ മുതൽ രാത്രി വരെയും ഇങ്ങനെ സുവിശേഷവുമായിട്ട് പോവുക എന്നുള്ളതായിരുന്നു.
അപ്പോൾ പലരും എന്നോട് ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു, ഇത് തോട്ടികളുടെ ദൈവമാണെന്നാണ് ഇവിടെ എല്ലാവരും അറിയപ്പെടുന്നത്, അതുകൊണ്ട് ഒരു മനുഷ്യരും നിങ്ങളെ വീട്ടിൽ കയറ്റുകയില്ല. തോട്ടികളുടെ ദൈവത്തെയും കൊണ്ട് ചെല്ലുന്നവരെ അവർ തോട്ടികളുടെ വർഗ്ഗമാണ്, അശുദ്ധരാണെന്നുള്ളത് കൊണ്ട് വീട്ടിൽ കയറ്റത്തില്ല. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം. ബ്രാഹ്മണൻസിൻ്റെ ഒക്കെ വീടുകളിൽ കയറാൻ അവർ ഒരു പക്ഷേ ഭയങ്കരമായി ശകാരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലിരിക്കണമെന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ അങ്ങനെ ദൈവത്തോടെ പ്രാർത്ഥിച്ചു. അവിടെ ഒരു റൂം എടുത്തെങ്കിൽ മാത്രമേ എനിക്ക് താമസിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ ഈ ബാത്റൂമിലാണ് ഉറങ്ങുന്നത്. രാവിലെ ഇറങ്ങിയാൽ രാത്രിയാണ് തിരിച്ചു വരുന്നത്. ഈ ബാത്റൂമിൽ കിടന്നുറങ്ങും. ഇങ്ങനെ 7 ദിവസം കഴിഞ്ഞു. ഞാൻ ദൈവത്തോട്, ദൈവമേ എനിക്കൊരു റൂം താമസിക്കുവാനുള്ള സൗകര്യം ഉണ്ടാകണം. അങ്ങനെ ഞാൻ വിസിറ്റ് ചെയ്യുന്ന സമയം ഒരു 2 സഹോദരന്മാർ, ജ്യേഷ്ഠനും അനിയനുമാണ്, അവരുമായിട്ട് സംസാരിച്ച് എൻ്റെ അനുഭവങ്ങളെല്ലാം ഷെയർ ചെയ്തപ്പോൾ ശേഷം അവരെന്നോട് പറഞ്ഞു, ബ്രദറിന് ഇഷ്ടമെങ്കിൽ ഞങ്ങളുടെ കൂടെ പാർത്തോ, ഞങ്ങളുടെ കൂടെ ആഹാരവും കഴിക്കാം, സന്തോഷമെങ്കിൽ ആ തീരുമാനം എടുത്തോളാൻ പറഞ്ഞു, ഞങ്ങളുടെ അടുക്കൽ പോരാൻ പറഞ്ഞു. ഇനി എനിക്ക് വളരെയധികം സന്തോഷമായി. എന്തായാലും ഇവരെ വിശ്വാസത്തിൽ കൊണ്ടുവരാനുള്ള അവസരവുമാകും, എനിക്ക് താമസിക്കാനുള്ള സൗകര്യവുമാകും. ഞാൻ അവരുടെ കൂടെ പാർക്കുവാൻ തുടങ്ങി. അങ്ങനെ അവർ ജോലി കഴിഞ്ഞ് വരുന്നിടം വരെയും ഞാൻ പ്രാർത്ഥിക്കും. വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഒരുമിച്ച് ആഹാരമെല്ലാം ഉണ്ടാക്കും. അതിനുശേഷമായി അതിലെ മൂത്ത സഹോദരനെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇങ്ങനെ വീടുകളെ പരിചയപ്പെടുവാൻ, ആളുകളെ പരിചയപ്പെടുവാനും വീടുകൾ വിസിറ്റ് ചെയ്യുവാനും പോകും. രാത്രി 10 മണി വരെയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പല ദിവസം ഞാനിങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബീഡി വലി, സിഗരറ്റ് വലി എല്ലാം നിർത്തി. അദ്ദേഹത്തിന് ഒരു ചെറിയ വ്യത്യാസം ഹൃദയത്തിന് വരാൻ തുടങ്ങി. ആത്മീക ജീവിതത്തിലേക്കുള്ള ഒരു പ്രേരണയായി. കുറേയൊക്കെ സത്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കിയതാണ്. അവർ കത്തോലിക്ക വിശ്വാസത്തിൽപ്പെട്ടവരായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ആ സഹോദരന് വളരെയധികം മാനസാന്തരവും വ്യത്യാസവുമാണ്. അത് മുഖാന്തരം തനിക്ക് കുറേ കൂടി പ്രേരണയുണ്ടായി. എന്നോടൊരുമിച്ച് എല്ലാ ദിവസവും പുതിയ പുതിയ ആളുകളെ കാണുന്നതിനും ഇങ്ങനെ മദ്യപാനവുമായി നശിച്ചു പോകുന്ന, സമാധാനമില്ലാതെ കിടക്കുന്ന അനേക ഭവനങ്ങളിൽ എന്നെ അദ്ദേഹം തന്നെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ വളരെയധികം ഒരു പ്രേരണയോടുകൂടി ഒരു പ്രവർത്തനം അവിടെ ചെയ്യുവാനായിട്ടിടയായിത്തീർന്നു. ഓരോ ഏരിയ അനുസരിച്ച് ഞങ്ങൾ ഭവനങ്ങളെ വിസിറ്റ് ചെയ്യുകയും ആളുകളുമായി സംസാരിച്ച് സുവിശേഷം അറിയിക്കുകയും ചെയ്തു. എന്നാലും അവിടെ ഒരു കൂട്ടായ്മ തുടങ്ങുന്നതിനുള്ള അവസരം ലഭിച്ചില്ല എങ്ങും തന്നെ. അങ്ങനെ ഞങ്ങൾ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വിസിറ്റ് ചെയ്ത് അവിടെ ഒരു കമ്പനിയുടെ ക്വാർട്ടേഴ്സ് വിസിറ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു വീട്ടിൽ ഞങ്ങൾ കയറി. അവരെ കേരളക്കാരാണ്. മുരളി എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടു ഉടമയുടെ പേര്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷമെങ്കിൽ എൻ്റെ വീട്ടിലൊരു പ്രാർത്ഥന വെക്കാൻ പറഞ്ഞു. ഞാൻ വളരെ സന്തോഷമുള്ളവനായി. ഒരു ഹിന്ദുവായ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന വെക്കാൻ. ക്രിസ്ത്യാനികൾ എത്രയോ പേരവിടെ ഉണ്ട്, പക്ഷേ അവരാരും അതിനുവേണ്ടി ഇതുവരെയും പ്രേരണപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ താല്പര്യം ഞങ്ങൾ വളരെയധികം കണക്കിലെടുത്ത് ഒരു ദിവസം, അവിടെയും വെള്ളിയാഴ്ചയാണ് ഓഫ് ഡേ, അന്ന് വൈകിട്ട് മറ്റുള്ളവരെ എല്ലാം അറിയിച്ചു. മുരളി സാറിൻ്റെ വീട്ടിൽ വെച്ച് ഒരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്, എല്ലാവരും വരാനായിട്ട്. 17 പേര് അന്ന് തന്നെ കൂടി. ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായി പാട്ടുകൾ പാടി പ്രാർത്ഥിച്ചു, ദൈവവചനം ഷെയർ ചെയ്തു. അവരാരും വിശ്വാസികളായിട്ടുള്ളവരല്ല, എന്നാൽ അവർക്കെല്ലാം സന്തോഷമായി. അപ്പോൾ അവർ തന്നെ തീരുമാനിച്ചു, ഇനിയും എല്ലാ ആഴ്ചയും നമുക്ക് ഇങ്ങനെ വെള്ളിയാഴ്ച വൈകിട്ട് തോറും ഓരോ റൂമുകളിലായിട്ട് ഈ പ്രാർത്ഥന കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ചർച്ച് സ്ഥാപനം എന്നുള്ള നിലയിൽ അവരോട് ആദ്യമേ ഇൻട്രൊഡക്ഷൻ ചെയ്താൽ ഒരുപക്ഷെ അവരടുക്കുകയില്ല. എന്നാൽ ഒരു ദൈവീയ കൂട്ടായ്മ, ആത്മീക ജീവിതം, നല്ല ജീവിതം, അങ്ങനെ അവരെ ആ നിലയിലേക്ക് നയിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ ആ കൂട്ടായ്മ വളരുകയും ആ സ്ഥലത്തെ, അതാണ് അവിടുത്തെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനമായി
തീരുവാനിടയായത്. ദൈവത്തിൻ്റെ നാമം അങ്ങനെ മഹത്വം എടുക്കുവാനിടയായി തീർന്നു. ആ ജാലനയിൽ അനേകരെ അങ്ങനെ രക്ഷയിലേക്ക് വരുവാനും യേശു വിശ്വസിക്കുവാനും ഇന്ന് ആ ജാലനയിലെ എല്ലാ സംഘടനകളിലെയും സഭകൾ അവിടെ ധാരാളമായുണ്ട്. അന്ന് സുവിശേഷം ധാരാളമായി വിതറി ഇന്ന് അവിടെയുള്ളവരെല്ലാം കൊയ്യുന്നു. ഞാൻ അടുത്ത ഈ ചില വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസൻ്റെ മകന് എന്നെ കണ്ടുമുട്ടി. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എവിടെയൊക്കെ ആയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ ജാലനയുടെ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ ജാലനയിലാണ് എൻ്റെ ഫാദർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, അവിടെ എല്ലാ സഭകളുമുണ്ട്. എന്നാൽ ആർക്കും അറിയുകയില്ല ജാലനയിലെ ആദ്യ സുവിശേഷകൻ ആരാണ് അവിടെ സുവിശേഷം എത്തിച്ചത്, എങ്ങനെയായിരുന്നു ആ പ്രവർത്തനത്തിൻ്റെ ആരംഭം എന്നുള്ളത് ആർക്കും അറിയുകയില്ല. ഇതൊക്കെ ഒരു വലിയ ചരിത്രമാണ്. ഇതൊക്കെ എന്തായാലും എഴുതിയിടണം, കാരണം വരും തലമുറകൾ ഇതറിയേണ്ടതിനായിട്ട്. ദൈവനാമം മഹത്വം എടുക്കുമാറാകട്ടെ. അങ്ങനെ ജാലനയിലെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ പ്രാരംഭം ഇതാണ് എന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്.